ചെവിയിലെ മൂളിച്ച അല്ലെങ്കിൽ ടിനൈറ്റസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണല്ലേ. WHO കണക്ക് പ്രകാരം ലോകത്തിൽ 15 തൊട്ട് 20% വരെ ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ചില ആൾക്കാർക്ക് മൂളിച്ചായിരിക്കാം, ചില ആൾക്കാർക്ക് വെള്ളം ഒഴുകുന്ന പോലത്തെ സൗണ്ടും, ചില ആൾക്കാർക്ക് റിംഗിങ് സൗണ്ട്സ്, അങ്ങനെ പല സൗണ്ട്സും ഈ ടിനൈറ്റസിന്റെ ഭാഗമായിട്ട് ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവേ വരുന്ന ചോദ്യമാണ് എന്താണ് ടിനൈറ്റസ് എന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നൊക്കെ ഉള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഇതിന്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ പറയാം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. നമുക്ക് കേൾവി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെവിയിൽ വാക്സ് ഒരുപാടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഏതെങ്കിലും മെഡിക്കേഷൻസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇഞ്ചുറീസ് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടും ടിനൈറ്റസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി എന്താണ് ടിനൈറ്റസ് എന്നും എന്തുകൊണ്ടാണെന്നൊക്കെ പറയുന്നതിന് മുന്നേ നമുക്കറിയാം, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്നും ശാസ്ത്രലോകത്തിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊന്നാണ് കേൾവിക്കുറവ് അല്ലെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം കേൾവിയുടെ ബയോളജി ഭയങ്കര കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കേൾവിക്കുറവ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗുളിക കുടിച്ചാൽ കേൾവിക്കുറവ് മാറും, ഈ ഒരു ഗുളിക കുടിച്ചാൽ ടിനൈറ്റസ് മാറും എന്നൊരു രീതിയിലേക്ക് നമുക്ക് ഇതുവരെ എത്താൻ പറ്റാത്തതും. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലെല്ലാം ഓൺഗോയിങ് ആണ് റിസർച്ചസ് ഒക്കെ. ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന റിസർച്ചസിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ ആണ് ഞാനിനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് എങ്ങനെയാണ് ഈ ടിനൈറ്റസ് വരുന്നത്. കാരണം ഈ ടിനൈറ്റസ് ഒരിക്കലും പുറത്തു നിന്നുള്ള ശബ്ദമല്ല, അത് ബ്രെയിന് തന്നെ ഉണ്ടാക്കുന്ന ഫാൻഡം സൗണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിലും കേൾവി സംഭവിക്കുന്നത് ബ്രെയിനിലെ ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പോൾ ഈ ഏരിയയിലേക്ക് സൗണ്ട് എത്തുന്നത് നമ്മുടെ ഉൾചെവിയിലെ കോക്ലിയ എന്ന ഭാഗത്ത് നിന്നുമാണ്. അപ്പോൾ ഈ കോക്ലിയയിലെ ഹെയർ സെൽസിന് എന്തെങ്കിലും ഡാമേജ് പറ്റുന്ന സമയത്ത് ഈ ഓഡിറ്ററി കോർട്ടെക്സിലേക്ക് ആ ഒരു കൃത്യമായ അളവിൽ സൗണ്ട് എത്തില്ല. ആ ഒരു കിട്ടിക്കൊണ്ടിരുന്ന അളവിൽ സൗണ്ട് എത്താതിരിക്കുമ്പോൾ ഈ ഓഡിറ്ററി കോർട്ടെക്സിന്റെ ന്യൂറോൺസ് ഫോഴ്സ്ഡ് ആവുകയാണ് ഓവർ വർക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അത് ഓവർ വർക്ക് ചെയ്യുന്നത് മൂലം അവിടെ ഇല്ലാത്തൊരു സൗണ്ട് ഉണ്ടാവുകയാണ്. അതാണ് ടിനൈറ്റസ്. അതുപോലെ തന്നെ പുതിയ റിസർച്ചസ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് സിസ്റ്റം ഉണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ലിംബിക് ബ്രെയിൻ ആണ്. ലിംബിക് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ലിംബിക് ബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ടിനൈറ്റസ് വരുന്ന സമയത്ത് ആൾക്കാർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുന്നതും ഭയങ്കര വിഷമം ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ഏരിയന്റെ പാർട്ടിസിപ്പേഷൻ ടിനൈറ്റസിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ റിസർച്ചസ് കാണിക്കുന്നത് ഈ ലിംബിക് റീജിയന് വേറൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. ഈ ഓഡിറ്ററി ഏരിയന്ന് വരുന്ന സൗണ്ട്സ് റിയൽ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടിയും ഈ ഒരു ലിംബിക് ഏരിയൻ്റെതാണ്. അതായത് ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് സിസ്റ്റം ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് ലൂപ്പ് സിസ്റ്റം വർക്ക് ആവില്ല. അപ്പോൾ നേരെ ടിനൈറ്റസ് എന്ത് ചെയ്യും, നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. അത് അവിടെ സൗണ്ട് ആയിട്ട് പെർസീവ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഫീഡ്ബാക്ക് ലൂപ്പ് സിസ്റ്റം ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുമെന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എപ്പോഴും ടിനൈറ്റസ് ഉണ്ടാവില്ല, വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇതുകൊണ്ടാണ് അത്ര. ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോർമൽ കേൾവിയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ചെവിയിലെ മൂളിച്ച വരുന്നത് എന്നത്. അത് രണ്ട് കാര്യങ്ങളായിട്ട് രണ്ട് റിസർച്ചസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ പൊതുവെ പറയുന്നത് കോക്ലിയന്റെ ഹെയർ സെൽസിൽ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് ചെവിയിലെ മൂളിച്ച വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഓഡിറ്ററി നെർവ്, അതായത് നമ്മുടെ കേൾവിയുടെ ഞരമ്പിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാലും ഈ ഒരു ചെവിയിലെ മൂളിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് പറയുന്നതാണ് ഹിഡൻ ഹിയറിംഗ് ലോസ്. അതായത് നോർമൽ കേൾവി പരിശോധനയിലൊക്കെ ഇവർക്ക് നോർമൽ ഹിയറിംഗ് ആയിരിക്കും, പക്ഷേ എന്നാൽ ഇവർക്ക് നോയ്സി സിറ്റുവേഷൻസിലൊക്കെ സംസാരം കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത് ഇവരുടെ ഓഡിറ്ററി നെർവിൽ ഡാമേജ് ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ വേറൊരു റിസർച്ച് കാണിക്കുന്നു ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഇത്തരം ആൾക്കാർക്ക് നോർമൽ കേൾവി ആണെങ്കിലും ചെവിയിലെ മൂളിച്ച വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെവിയിലെ മൂളിച്ചയുമായി അസോസിയേറ്റ് ചെയ്തിട്ട് പുതിയ റിസർച്ചസും കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. So thank you for watching my video.